സർ നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രക്ഷോഭങ്ങളെയും രാജ്യവിരുദ്ധമെന്ന് മുദ്ര കുത്തരുത്. ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ട സംഘികളുടെ തലതൊട്ടപ്പനായിട്ടുള്ള ഡാഡിയായിട്ടുള്ള മോഹൻ ഭാഗവതാണ്. കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ അദ്ദേഹം സംസാരിക്കവേ പറഞ്ഞ കാര്യമാണ്. വലിയ പിന്തുണയാണ് ഈ ജെൻസി പ്രക്ഷോഭത്തിന് നൽകിയിരിക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള ചില ആശയ പ്രചരണങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട സംഘ് പ്രൊഫൈലുകൾ ഈ വാർത്ത കണ്ടില്ല എന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: കൂടുതൽ മെച്ചപ്പെടുത്താനാണ് എല്ലാ പ്രക്ഷോഭങ്ങളെയും രാജ്യവിരുദ്ധമെന്ന് മുദ്ര കുത്തരുത്. യുവാക്കൾ ശബ്ദമുയർത്തുന്നത് എതിർക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: യുവാക്കൾ ശബ്ദമുയർത്തുന്നത് എതിർക്കാൻ വേണ്ടിയല്ല, മറിച്ച് വ്യവസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താനാണ്. അതുകൊണ്ട് ഒരിക്കലും എല്ലാ പ്രക്ഷോഭങ്ങളെയും രാജ്യവിരുദ്ധമെന്ന് മുദ്ര കുത്തരുത്. ജൻസികളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. യുവജനതയുടെ വാക്കുകൾ കേൾക്കാൻ അധികാരികൾ തയ്യാറാകണം. ഇങ്ങനെയാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള നിലപാടാണ്. നമ്മൾ ഒരു മാസം മുമ്പ് തന്നെ ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ CJP പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡിനൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ്. ഈ ചാനൽ ക്രൈം അതിനു വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പം അതാ RSS മേധാവി മോഹൻ ഭാഗവത് പ്രിയപ്പെട്ട സംഘികളുടെ ഡാഡിയായിട്ടുള്ള തലതൊട്ടപ്പൻ പോലും പറയുന്നു, യുവാക്കളുടെ പ്രക്ഷോഭം രാജ്യവിരുദ്ധമെന്ന് മുദ്ര കുത്തരുത്. ഇവിടെ ഇപ്പോഴും ആ പ്രക്ഷോഭത്തെ രാജ്യവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. ഈ അഭിജിത് ദീപ് കെ ബംഗാളിയാണ്, നേപ്പാളിയാണ്, പാകിസ്ഥാനിയാണ്, ചൈനയാണ്, അമേരിക്കയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അധിക്ഷേപങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചൊരിയുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള പല സംഘികളെക്കാട്ടിലും ബോധമുണ്ട് യഥാർത്ഥത്തിൽ RSS മേധാവിയായിട്ടുള്ള സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിന് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് മുമ്പാകെ വ്യക്തമായിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതിയൊരു ചെറിയൊരു ക്യാപ്ഷനാണ്, അതൊന്ന് വായിക്കാം. നാട്ടിലെ സംഘികൾ എത്രത്തോളം പുറകോട്ടും നോർത്തിലുള്ള സംഘികൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്നും ഇദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാട് നമ്മളെ കൊണ്ട് വ്യക്തമാക്കുന്നു എന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് പല സംഘ് പ്രൊഫൈലുകളും ഈ ഒരു വാർത്ത കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇത് വേറെ തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, RSS മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ യഥാർത്ഥമായ ആശയത്തിൻ്റെ ഒരു പുറമെ കാണിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥമായ ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ സ്വാഭാവികമായ പരിണാമമാണ്. മോഹൻ ഭാഗവത്തിൻ്റെ വാചകം കേൾക്കുമ്പോൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, ഒന്നിനോടും പ്രത്യേകിച്ച് വെറുപ്പോ അകറ്റി നിർത്തലോ ഇല്ലാത്ത ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധിയുടെ സംസാരമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതായത് ഇൻക്ലൂസീവ്, ഈ രാജ്യത്ത് ഉള്ള എല്ലാ വസ്തുതകളെയും ഇൻക്ലൂസീവായിട്ട് കാണുന്ന സ്വഭാവം, അതാണ് ഹൈന്ദവ കൾച്ചർ സംസ്കാരം എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ആരെങ്കിലും മാറ്റി നിർത്തുകയോ ഒഴിവാക്കി നിർത്തുകയോ കാഫിറെന്ന് വിളിച്ച് മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ജെൻസിയുടെ സമരം നടന്നു. ജെൻസിയുടെ സമരത്തെ പല തരത്തിലാണ് ആൾക്കാർ വ്യാഖ്യാനിച്ചത്. ഒന്ന്, BJP അല്ലെ മോഡിക്ക് വേണ്ടി വളർത്തിയെടുത്ത സമരം. രണ്ട്, ഇത് പ്രതിപക്ഷ രാജ്യത്തെ നശിപ്പിക്കാനുള്ള സമരം, രാജ്യദ്രോഹികളുടെ സമരം, വിദേശ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് നക്സലൈറ്റുകളും ഇവരും ചേർന്ന് നടത്തുന്ന സമരം, SDPIക്കാരും ചേർന്ന് നടത്തുന്ന, ഇങ്ങനെ പലതരത്തിൽ ഈ സമരത്തെ വ്യാഖ്യാനിച്ച് കൊല്ലാൻ നോക്കി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്, മോഹൻ ഭാഗവത് ആരും ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളോടും ഐഡിയോളജിയോടും നമുക്ക് വിയോജിപ്പുണ്ടാകാം. പക്ഷേ ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ത്യയുടെ ഭാവിക്ക് മാത്രമല്ല, ഈ കാഴ്ചപ്പാട് ലോകരാഷ്ട്രങ്ങൾ തുടരുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പാകിസ്ഥാനും ബംഗ്ലാദേശും വരെ ഇത്തരം കാഴ്ചപ്പാട് തുടരുകയാണെങ്കിൽ ആ രാജ്യങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കുറവുണ്ടാവും, ഇന്ത്യക്കും അതുകൊണ്ട് നേട്ടമുണ്ടാവും, അവർക്ക് നേട്ടമുണ്ടാവും. വളരെ വിശാലമായൊരു കാഴ്ചപ്പാടിലാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. ഇത് അതിൻ്റെ പ്രായോഗികത നടപ്പാക്കലൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മോഹൻ ഭാഗവത്തിൻ്റെ പ്രസ്താവന എന്തുദ്ദേശിച്ചാണ് ഇപ്പോൾ ഇത് നടത്തേണ്ടി വന്നത്, മോഹൻ ഭാഗവത്തിന് ഇത് പറയേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണ്? മോഹൻ ഭാഗവത് ഒരു സത്യം മനസ്സിലാക്കി, ഹിന്ദുമതത്തിൻ്റെ പേരിൽ ഹിന്ദുമതത്തെ മുതലാക്കാൻ, അല്ല ഹൈന്ദവ ദൈവങ്ങളുടെ അമ്പലങ്ങളും പള്ളികളുമൊക്കെ, അമ്പലങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം പലതരത്തിൽ ഉപയോഗിച്ച് അതിൻ്റെ സമരത്തിൽ കൂടെ അതിൻ്റെ പണ്ടങ്ങനെ പറഞ്ഞ് ഇനി കുഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു പ്രാവശ്യങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ്. പഴയ 500-1000 വർഷം മുമ്പുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും അടയാളങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം. പക്ഷെ അന്ന് അതിനെ മറികടന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി
മറികടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഭിന്നത ആവശ്യമാണ്. ഈ ഭിന്നതയിൽ കൂടിയാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഹൈന്ദവ സംസ്കാരത്തിൽ ഇല്ലാത്തൊരു ഭിന്നതയാണിത്. എത്രയോ സംസ്കാരങ്ങളോട് വന്നുപോയി. ഇന്നും 80% ജനങ്ങൾ ഹൈന്ദവരായിട്ട് ഇന്ത്യയിൽ തുടരുകയാണ്. ഒരു തോക്കും വടിവാളും എടുത്തുകൊണ്ടല്ല നടത്തുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ആ സത്യം തിരിച്ചറിഞ്ഞ ആളാണ്, അല്ലെ തിരിച്ചറിഞ്ഞു, ഒന്നുകൂടെ നമ്മളെക്കാൾ ഇരട്ടി തിരിച്ചറിഞ്ഞ ആളാണ് മോഹൻ ഭഗവത് എന്ന് പറയും. അദ്ദേഹത്തെ RSSകാരനോ സംഘിന്നോ ഒന്നും നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ഭാരതീയനാണ് മോഹൻ ഭഗവത് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം കുറച്ചും കൂടി കടന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് ചിരവൈര്യം പാടില്ല, മറ്റു രാജ്യങ്ങളെ കീഴടക്കുക എന്നത് ഇന്ത്യയുടെ നയമല്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ തന്നെ ഈ സുനിൽ അംബേദ്കറെ പോലുള്ള ആളുകൾ, RSS നേതാക്കൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, പാകിസ്ഥാനുമായിട്ട് നമ്മളൊരു ഓപ്പൺ ഡയലോഗ് നടത്തണം. അവിടെ ഒരു വലിയ ആക്രമണം ഉണ്ടായി, അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവർക്ക് ഇന്ത്യയുടെ ഒപ്പം ചേരേണ്ടി വരും. അതുകൊണ്ട് പാകിസ്ഥാനിലെ എല്ലാ ജനങ്ങളും തീവ്രവാദികളല്ല, അവരെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്തരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേയധികം പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ കുറേയധികം പുരോഗമനമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ്, തോട്ടുകളാണ് RSSൻ്റെ ഭാഗത്ത് നിന്ന്, മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ അടുത്തിടെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഈ ഒരു വേദിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് LGBTQ കമ്മ്യൂണിറ്റിയെ നമ്മൾ അംഗീകരിക്കണം, സ്വവർഗ വിവാഹത്തിന് നിയമനിർമ്മാണം കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും ഈ ടോക്സിക് ആയിട്ടുള്ള ആശയപ്രചരണങ്ങൾ നടത്തുന്ന സംഘ് പ്രൊഫൈലുകൾ കണ്ടില്ല എന്ന് ബോധപൂർവം നടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മോഹൻ ഭാഗവത് പോലും ഒരു പരവിഡ്ഢിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ചില സംഘ് പ്രൊഫൈലിൽ നിന്ന് ഉയരുന്ന കമൻറ്റുകൾ പോലും. ഈ ജൻസി പ്രക്ഷോഭത്തെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ ആളുകൾ കണ്ടത്, അല്ലെങ്കിൽ അനുഭാവികൾ കണ്ടത്? തീർത്തും അതിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവർ മുമ്പോട്ട് വെച്ച ഡിമാൻഡിൻ്റെ കൂടെയെങ്കിലും നിന്നിട്ടാണ് നിങ്ങൾ പല തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി അടച്ചാക്ഷേപിക്കുന്നു. മൊത്തത്തിൽ ഇതിനെ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല എന്ന് അങ്ങ് പറയുന്നത്. അപ്പം എന്തുമാത്രം ടോക്സിസിറ്റിയാണ്, എന്തുമാത്രം എന്താ പറയുക വിഡ്ഢിത്തമാണ് ഇവരുടെയൊക്കെ തലയിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഒരു വല്ലാത്ത, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്തായിരുന്നു നീറ്റ് ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മരിച്ച ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് ധനസഹായം നൽകണം. ഇങ്ങനെയുള്ള പ്രധാന ഡിമാൻഡുകളായിരുന്നു CJP മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. കുറേ കാലങ്ങളായിട്ട് ഈ രാജ്യത്ത് നീറ്റ് ചോദ്യപേപ്പർ ചോരുന്നു. അതെന്തായാലും BJPയുടെ കാലത്ത് മാത്രമല്ല, കോൺഗ്രസിന്റെ കാലത്തും ചോർന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോഴും ചോരുന്നു. അതെ, പല ഘട്ടങ്ങളിലായിട്ട് കോൺഗ്രസിന്റെ കാലത്ത് ചോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ വേണം എന്നുള്ളതായിരുന്നു ആ യുവജനങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡിൻ്റെ ഒപ്പം നിൽക്കാൻ പോലും ഈ വലിയ രാജ്യസ്നേഹികളാണ്, ഞങ്ങളാണ് രാജ്യസ്നേഹം കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്ന കുറേയധികം സംഘികൾക്ക് സാധിച്ചിട്ടില്ല. അതിന് പകരം അടച്ചാക്ഷേപിക്കുക, മൊത്തത്തിൽ സമരത്തിനെ തന്നെ, ഈ പ്രതിഷേധത്തെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് പലരും സ്വീകരിച്ചത്. എല്ലാവരും അല്ല, പലരും, എന്നാലും ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചത് ഇതാണ്. ഇപ്പം TG മോഹൻദാസ് ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കമൻറ്റ് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ പ്രധാനമന്ത്രി ആകുകയാണെങ്കിൽ ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തും, വെടിയുതിർക്കും. അപ്പം സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ മരിക്കും. അപ്പോൾ ആ മരണപ്പെട്ട ശരീരമായിട്ട് ആശുപത്രിയിൽ പോകും. ഇത്തരത്തിൽ നല്ലൊരു ഡിമാൻഡിനായിട്ട് മുമ്പോട്ട് വന്ന പ്രക്ഷോഭത്തെയൊക്കെ ആക്ഷേപിക്കുന്ന സമീപനം. അടിസ്ഥാനപരമായിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കമൻറ്റുകളും കുറച്ചധികം ലൈക്കുകളും കിട്ടാനായിട്ട് വേണ്ടി മാത്രം കുറേയധികം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് യഥാർത്ഥത്തിൽ പലരും ചെയ്യുന്നത്. വളരെ ദുഃഖകരമായിട്ടാണ്. പലരും നമുക്ക് പ്രിയപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തു കൂടിയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇവർക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ബോധവും ഉള്ള ആളുകൾ തന്നെയാണ്.
ഇതൊക്കെ പറയുമ്പം തന്നെ. പക്ഷെ കേവലം ഒരു ലൈക്കുകൾക്കും റീച്ചുകൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള അസംബന്ധങ്ങൾ പല ആളുകളും അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും RSS മേധാവി മോഹൻ ഭാഗവത് അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ അഴിച്ചുവിടാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് ജെൻസി തലമുറ രാജ്യവിരുദ്ധരല്ലെന്നും അവർ രാജ്യത്തിൻ്റെ ഭാവിയാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യത്തിൽ സമവായത്തിലെത്താൻ പ്രതിഷേധവും സംവാദവും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ മോഹൻ ഭഗവത് പറഞ്ഞ പോലെ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല, പ്രത്യേകിച്ച് മതപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിനുണ്ട്. പല പ്രാവശ്യം അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു രാജ്യത്തെയും കോളനിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ പാരമ്പര്യമല്ല. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമല്ല. ഉദാഹരണം തന്നെ എടുക്കുക, ഏറ്റവും അടുത്ത ഉദാഹരണം തന്നെ എടുക്കുക. അദ്ദേഹം പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ഒന്ന് ബംഗ്ലാദേശിൻ്റെ പേര് പറഞ്ഞു. ഈ ബംഗ്ലാദേശ് ഇന്ത്യയുടെ കൈവെള്ളയിൽ വന്നതാണ്. 90,000 പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയതാണ്. അങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ ഒത്തുതീർപ്പുണ്ടാകുകയും ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് പോകണ്ട. അപ്പോൾ അങ്ങനെ ആ ബംഗ്ലാദേശിനെ സ്വന്തം രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഭാഗമായി കൺവേർട്ട് ചെയ്ത് ബലം പ്രയോഗിച്ച് നിർത്താൻ ശ്രമിക്കാതെ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായപ്രകാരം മുജിബുർ റഹ്മാൻ്റെ പാർട്ടിക്ക് അവാമി ലീഗിന് ഈ അധികാരം കൈമാറി അവിടെ സ്വസ്ഥമായിട്ട് ഭരിക്കാനുള്ള സൗകര്യമാണ് ഇന്ത്യ ചെയ്തു കൊടുത്തത്. പക്ഷേ മറ്റേതെങ്കിലും രാജ്യങ്ങളെ കോളനിയാക്കാൻ നോക്കും. ഇതങ്ങനെ കോളനിയാക്കാനല്ല നോക്കിയത്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ആ ഇൻക്ലൂസീവ്നെസ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ലക്ഷണമെന്ന് ഉറപ്പിച്ച് പറയണമെന്നുകൂടെ. ഇനി ജെൻസിയുടെ സമരത്തെക്കുറിച്ച്, ജെൻസിയുടെ സമരത്തെ എതിർക്കാമായിരുന്നു. മോഹൻദാസിനോ മറ്റാർക്കെങ്കിലോ സുബ്രഹ്മണ്യ സ്വാമിക്കോ ആർക്ക് വേണേൽ ജെൻസിയുടെ സമരത്തെ എതിർക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ജെൻസിയുടെ സമരം അവർ ഉന്നയിച്ച ഡിമാൻഡ് തെറ്റാണെന്ന് ആദ്യം പറയണം. അത് ഇന്നവർ ഉന്നയിച്ചു, ഇന്നവരതിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വന്നു, അല്ലെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പായി ഒരു കാര്യം പറയണം. ജെൻസിയുടെ ആവശ്യങ്ങൾ, അവർ വെച്ച ഡിമാൻഡ്, പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചും അനധികൃത നിയമനങ്ങളെക്കുറിച്ചുള്ള ക്രമക്കേട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പറയാൻ ഈ ഹാൻഡിലുകൾ തയ്യാറാകണം. അതിൻ്റെ പറയാത്തതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം, നല്ല ബോധ്യമുണ്ട്, ഈ ജെൻസികൾ മുമ്പോട്ട് വന്നിട്ട് പ്രതിഷേധം നയിക്കുന്നത് നല്ലൊരു കാര്യത്തിനാണ്. ഇവർ അക്കൗണ്ടബിൾ, ഇതൊക്കെ ശരിയാണെന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷേ ഇവർക്ക് ഈ നിലപാടെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ നിലപാടെടുത്ത് എന്താ സംഭവിക്കുക? ഇപ്പോൾ നാളെ വന്നിട്ട് പലരും പറയുന്നത്, ഈ സംഘ് ഹാൻഡിലുള്ള പലരും പറയുന്നത്, ജെൻസി പ്രക്ഷോഭം വളരെ നല്ലൊരു പ്രക്ഷോഭമാണ്, അത് ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞിട്ടൊരു നിലപാട് പുറപ്പെടുവിക്കട്ടെ, അവർ അഭിപ്രായം പറയട്ടെ. ഒരു മനുഷ്യൻ കാണില്ല ആ വീഡിയോ, ഒരു മനുഷ്യൻ ആ വീഡിയോ കാണില്ല. അപ്പോൾ ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ വീഡിയോയുടെ റീച്ച് കൂടുള്ളൂ എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അതിനായിട്ട് പല ആളുകളെയും കബളിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇവരൊക്കെ നല്ല ബുദ്ധി, നമ്മളെക്കാട്ടിയും ബുദ്ധിയും ശേഷിയുള്ള ആളുകളാണ് പല ആളുകൾ. അറിഞ്ഞുകൊണ്ട് പറയുന്നത്. അതെ, അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. എന്താണ് അതിൻ്റെ സംശയം? ഇത് മോഹൻ ഭഗവത് ഒരു തുടക്കം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോകാം. ഒന്നുകൂടെ അറിഞ്ഞു, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച അദ്വാനിയുടെ കാര്യം മറക്കരുതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയമാണ്. അതിനേക്കാൾ ഇപ്പോൾ പറയുന്നത്, മോഹൻ ഭഗവത് മുന്നോട്ട് പോയാൽ വാജ്പേയിയോ അക്സെപ്റ്റൻസ് നേടിയ, പബ്ലിക് അക്സെപ്റ്റൻസ് നേടിയ സംഘപരിവാർ നേതാവ് BJP നേതാവ് ഇല്ലായിരുന്നു. ഒരുപക്ഷെ വാജ്പേയിയേക്കാൾ മുമ്പിലെത്താനും കുറേ കോൺക്രീറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇന്ത്യക്കും ഹൈന്ദവ സമുദായത്തിനും നൽകാനും മോഹൻ ഭഗവത്തിന് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും പറഞ്ഞു നിർത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പറയാനുണ്ടായതിൻ്റെ ഭയം കൂടിയുണ്ട്. തീർച്ചയായിട്ടും RSS വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. കാരണം യുവജനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിലെ ഒരു പ്രധാന ചങ്കാണ്, ഒരു മേജർ പോർഷനാണ്. അപ്പോൾ അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും രാജ്യത്തിന് സാധിക്കില്ല. 2014 BJPയെ അധികാരത്തിൽ കൊണ്ടുവന്നതിൽ യുവജനങ്ങളുടെ വോട്ട് കൂടിയുണ്ട്. BJP ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നൊരു ബോധ്യം, ഒരു തോന്നൽ ഉളവാക്കാനായിട്ട് ഈ അണ്ണാ ഹസാരയുടെ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിലൂടെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ യുവജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി വന്ന BJP സർക്കാർ യുവജനങ്ങളെ തന്നെ വഞ്ചിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉളവാക്കുന്നത് തീർച്ചയായിട്ടും BJPയുടെ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവിക്ക് ഒട്ടും ഗുണകരമാകില്ല എന്ന് വളരെ കൃത്യമായിട്ട് മോഹൻ ഭാഗവത് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടൊക്കെ പ്രധാനമായിട്ടും സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം. അതങ്ങനെ തന്നെയല്ലേ സാറേ? അതായത് ഇതിൻ്റെ പിന്നിലൊരു ഭയപ്പാടുണ്ട്. മോദിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? മോഡിക്ക് ഈ ഒരു പ്രക്ഷോഭത്തിന് ശേഷം അദ്ദേഹം ഇൻസ്റ്റാഗ്രാം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ജെൻസികൾക്ക്
തിങ്ങിപ്പാർക്കുന്ന അവരുടെ മാധ്യമം. അതെ, അവരുടെ മാധ്യമം എന്ന് പറയുന്നത് ഇൻസ്റ്റ പോലുള്ള സ്ഥലങ്ങളാണ്. അവിടെ മോദി രാത്രി വന്നിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഫ്രണ്ട്സ് എന്ന് അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹം ഈ ആളുകളെ വിളിക്കുന്നതാണ്, ഈ യുവജനങ്ങളെ വിളിക്കാൻ തുടങ്ങി. പല മാറ്റങ്ങളും ഞങ്ങൾ കൊണ്ടുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ അമിത്ഷായുടെ ട്വീറ്റ് എന്തായിരുന്നു? ഞങ്ങൾ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ സെന്റിമെന്റ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ യുവജനങ്ങൾ ഈ നാടിന് ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ എക്സംപ്ലിഫൈ ചെയ്യുന്നതാണ് നമ്മൾ എത്രമാത്രം BJP യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിനെ എക്സംപ്ലിഫൈ ചെയ്യുന്നതാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നാണ് അമിത്ഷാ ട്വീറ്റ് ചെയ്തത് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം. സോനം വാങ്ചുങ്ങിന്റെ നിരാഹാരം അവസാനിപ്പിച്ചതിന് ശേഷം മോദി പങ്കുവച്ച ട്വീറ്റ് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് സോനം വാങ്ചുങ് ജിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ CJPയുടെ പ്രക്ഷോഭത്തിൽ BJP കിടുങ്ങിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ മുമ്പോട്ട് വെച്ച ഡിമാൻഡ് അതിനെ ലഘൂകരിക്കേണ്ടതോ അതിനെ തിരസ്കരിക്കേണ്ടതോ അല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘികളുടെ ഡാഡി ആയിട്ടുള്ള തലതൊട്ടപ്പനായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. ഈ ഒരു നിലപാട് നമ്മുടെ നാട്ടിലുള്ള സംഘ് പ്രൊഫൈലുകളും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് അറിയാത്തത് കൊണ്ടോ അവർക്ക് പുതിയ ബോധമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല. ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ പലയധികം ടോക്സിക് ആയിട്ടുള്ള സംഘികൾ അംഗീകരിക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർക്ക് പോലും ആ നിലപാടെടുക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഒരു ഗതികേടിൽ അവരെത്തിപ്പെട്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കാം. ഇനിയും മോഹൻ ഭാഗവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഹിന്ദുമതത്തിൽ ഒരു റെണൈസൻസിൻ്റെ സമയമായി. ആ റെണൈസൻസിൻ്റെ നേതൃത്വം കൊടുക്കാൻ ഒരുപക്ഷെ മോഹൻ ഭാഗവത്ത് തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ രാജ്യത്തിനും ജനതയ്ക്കും ഉണ്ടാക്കും.